ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടാലൻറ്റ് ഹണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർ വീഡിയോ മുഴുവനായും കാണുക, ആൻസേഴ്സും പറയുന്നുണ്ട്. വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം. ഡ്യൂറിങ് ദി ടൈം ഓഫ് വിച്ച് റൂളർ ഡിഡ് ദി ഓട്ടോമൻ എംപയർ റീച്ച് ഇറ്റ് ജെനിത്ത്? സുലൈമാനാണ് ഇതിൻ്റെ ആൻസർ. ഐഡൻറ്റിഫൈ ദി മൈനർ ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ഫ്രം എമംഗ് ദി ഫോളോയിങ്: യുറേഷ്യൻ പ്ലേറ്റ്, ഓസ്ട്രേലിയൻ പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്. കൂട്ടുകാർ ഇതിലേതാണ്? അറേബ്യൻ പ്ലേറ്റ് ആണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് ദി യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇറ്റലി? ഇറ്റലിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. നെയിം ദി ഗവൺമെൻറ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ അസസിങ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നാഷണൽ ഇൻകം കണക്ക് കൂട്ടുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏജൻസി ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO. ലിസ്റ്റ് ഡൗൺ എനി 2 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് യു പെർഫോം ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നിങ്ങൾ ചെയ്യേണ്ട 2 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊട്ടക്ട് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ, പ്രൊട്ടക്ട് ദി എൻവയോൺമെൻറ്റ്, ഫോസ്റ്റർ കോർഡിയാലിറ്റി എമംഗ് ദി പീപ്പിൾ. ഓൺ വാട്ട് സിറ്റുവേഷൻ ഡസ് സ്പ്രിംഗ് ടൈഡ്സ് എക്വയർ? മെൻഷൻ ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദീസ് ടൈഡ്സ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ദി സൺ, മൂൺ ആൻഡ് എർത്ത് കം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓൺ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ഡേയ്സ്. ദിസ് ടൈഡൽ ഫോഴ്സ് will be intense due to the combined influence of sun and moon. The tides formed on these days will be stronger. 7th question. List out the factors leading to human development. Human developmentലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഇൻക്രീസ്ഡ് ട്രെയിനിങ്. റൈറ്റ് ഇനി 2 ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ. മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതുക. ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ്, പവർ സെൻട്രലൈസ്ഡ് ഇൻ ദി കിങ് based on military power, assistance of ministers and officials in the administration, the influence of Turkish and Mongols. ഇവിടെ നമ്മൾ 4-5 ഫീച്ചേഴ്സ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അതിൽ 2 നിങ്ങൾ എഴുതിയാൽ മതി. നാദോസ് ആൻഡ് ദിയർ കറസ്പോണ്ടിങ് സ്വരൂപംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ കേരള ആർ ഗിവൺ ഇൻ ദി ടേബിൾ. ഫിൽ ഇൻ ദി മിസ്സിംഗ് കോളംസ്. കോലത്ത് നാട് കോലസ്വരൂപം. ഏറനാട് എന്താണ് അവിടെ വരുന്നത്? നെടിയുരുപ്പ് സ്വരൂപം. അടുത്ത കൊള്ളത്തിൽ നാട് കൊടുത്തിട്ടില്ല, സ്വരൂപം കൊടുത്തിട്ടുണ്ട്, പെരുമ്പടപ്പ് സ്വരൂപം. അപ്പോൾ ഏതായിരിക്കും നാട്? കൊച്ചി. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോഗ് ആൻഡ് മിസ്റ്റ്. ഫോഗും മിസ്റ്റും എന്താണ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോഗ് ഓർ മിസ്റ്റ് ഫോംഡ് ഡ്യൂ ടു ദി കണ്ടൻസേഷൻ അറൌണ്ട് ദി മൈന്യൂട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി ലോവർ അറ്റ്മോസ്ഫിയർ. ദിസ് മേ ഒബ്സ്ട്രക്ട് ദി അറ്റ്മോസ്ഫെറിക് വിസിബിലിറ്റി. ദി റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഇസ് ലെസ് ദാൻ 1 കിലോമീറ്റർ. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫോഗ്. മോർ ദാൻ 1 കിലോമീറ്റർ ഇസ് കോൾഡ് മിസ്റ്റ്. 11th question. Complete the chart showing the type of economic system. എക്കണോമിക് സിസ്റ്റം കാണിക്കുന്ന ചാർട്ടാണ്. ഇവിടെ സോഷ്യലിസ്റ്റ് എക്കണോമി കൊടുത്തിട്ടുണ്ട്. മറ്റ് 2 എയും ബിയും ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എ എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, ബി മിക്സ്ഡ് എക്കണോമി. 12th question എന്താണ്? എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദി വിജയനഗര എംപയർ. വിജയനഗര എംപയറിൽ നിലനിന്നിരുന്ന ഭരണവ്യവസ്ഥയുടെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ പ്രിവെയിൽഡ്. The king had the support of a strong army to protect the country. To protect the country from the enemies, they constructed large forts. The central administration was known as Nayakara and the local administration system was known as Ayyankara. 13th question. List out the major natural disasters occurring in India. ഇന്ത്യയിൽ നടക്കുന്ന മേജർ ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രകൃതി ദുരന്തങ്ങൾ. സൈക്ലോൺ, എർത്ത് ലാൻഡ്സ്ലൈഡ്, ഡ്രോട്ട്, ഹെവി റെയിൻഫാൾ, ഹെയിൽ സ്റ്റോൺ, സുനാമി, ഫ്ലഡ്, ലൈറ്റ്നിങ്, ഇതൊക്കെ എഴുതാം. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ദി ത്രെറ്റ് ഓഫ് ഫ്ലഡ് അഥവാ പ്രളയം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം പ്രിക്കോഷൻസ് ചെയ്യാം? ഡു നോട്ട് ബിൽഡ് ഹൗസസ് ഓൺ ദി റിവർ ബാങ്ക്സ്, ഡു നോട്ട് റീക്ലെയിം ദി പാഡി ഫീൽഡ്സ്, കൺസ്ട്രക്ട് ബൺസ് ഓൺ ദി റിവർ ബാങ്ക്സ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദി പ്രോബ്ലംസ് ദാറ്റ് ദി യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ് ക്രിയേറ്റ്. ഇൻടോക്സിക്കേറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രോബ്ലംസിനെ കുറിച്ച് ചെറിയൊരു നോട്ട് ഉണ്ടാക്കുക. ഹെൽത്ത് പ്രോബ്ലം ഇൻ ഇൻഡിവിജ്വൽസ്, ഫാമിലി പ്രോബ്ലംസ്, സോഷ്യൽ അവോയ്ഡൻസ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ടിൽ ഉൾപ്പെടുത്തുക. സജസ്റ്റ് ദി സയൻറ്റിഫിക് ലാൻഡ് യൂസ് പ്രാക്ടീസസ് സ്യൂട്ടബിൾ ഫോർ ദി സ്റ്റീപ്പ് സ്ലോപ്സ്. കുത്തനെയുള്ള ചെരിവുകളിൽ ലാൻഡ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിൽ സൈഡ്സ് മേ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ടെറസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി സ്ലോപ്പ്. ദി കോഴ്സ് ഓഫ് നാച്ചുറൽ സ്ട്രീംസ് ഇൻ ദി ഹില്ലി ടെറൈൻ ഷുഡ് നോട്ട് ബി ബ്ലോക്കഡ്. Construction activities along steep slopes should be avoided. Explain the different measures adopted by the medieval Indian rulers for the progress of trade. കച്ചവടത്തിൻ്റെ പുരോഗതിക്കായി
മധ്യകാല രാജാക്കന്മാർ എന്തെല്ലാമാണ് ചെയ്തത്? കൺസ്ട്രക്ട് റോഡ്സ് കണക്റ്റിംഗ് മേജർ സിറ്റീസ്, ഗ്രാൻഡഡ് ലോൺസ് ടു ട്രേഡേഴ്സ്, കൺസ്ട്രക്റ്റഡ് സരൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ഹൗസസ്, ഇംപ്ലിമെൻറ്റഡ് യൂണിഫോം ടാക്സേഷൻ, പോസ്റ്റൽ ഫെസിലിറ്റീസ് വർ മെയ്ഡ് എഫിഷ്യൻറ്റ്, ഇംപ്ലിമെൻറ്റഡ് എഫിഷ്യൻറ്റ് കോയിനേജ് സിസ്റ്റം. കംപ്ലീറ്റ് ദി ചാർട്ട് ബേസ്ഡ് ഓൺ ദി ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഓരോ കോളത്തിലും വീരശൈവ മൂവ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതി വെച്ചാൽ മതി. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, അപ്ഹെൽഡ് ദി ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഇനി നമുക്ക് അടുത്ത കോളത്തിലൊക്കെ എന്ത് എഴുതാം? ഒപ്പോസിറ്റ് കാസ്റ്റ് സിസ്റ്റം, ഗീവ് പ്രയോറിറ്റി ടു ജെൻഡർ ഇക്വാലിറ്റി, ക്വസ്റ്റ്യൻ ദി ഡോക്ട്രൈൻ ഓഫ് റീബർത്ത്, പ്രൊപ്പഗേറ്റഡ് ദി ഐഡിയ ഓഫ് ലിബർട്ടി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, ഇൻഡർഡൈനിങ് ആൻഡ് അഡൾട്ട് മാരേജ്. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമിയുടെ 3 ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ, അതൊരു പോയിന്റ്. എക്കണോമി വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിംഗ്, ഇമ്പോർട്ടൻസ് ടു വെൽഫെയർ ആക്ടിവിറ്റീസ്. മെൻഷൻ ദി ഫീച്ചേഴ്സ് കോമൺലി ഫൗണ്ട് ഇൻ അപ്പർ കോഴ്സ് ഓഫ് റിവേഴ്സ്. റിവേഴ്സിൻ്റെ അപ്പർ കോഴ്സിൽ കാണപ്പെടുന്ന പ്രധാന സവിശേഷതകൾ, കോമൺ ആയിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദി റിവർ, river flows through steep slopes, intense rate of erosion, less amount of sediments. Match the items in column A with those in column B. കോളം എയിലുള്ളത് കോളം ബിയും ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം എ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് കൽഹാനയാണ്. കൽഹാനയ്ക്ക് മാച്ച് ആവുന്ന എന്താണ് ബി കോളത്തിലുള്ളത്? രാജതരഗിണി. സുർദാസ് സുർസാഗർ, തുളസിദാസ് രാമചരിതമാനസ്, അമോഘവർഷൻ കവിരാജമാർഗം. പ്രിപ്പയർ എ നോട്ട് ഓൺ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഓഫ് മിഡീവൽ കേരള. കൂട്ടുകാർ, ഈ ചോദ്യം കുറേ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് മേക്കിംഗ് അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ്, ഇൻ ട്രേഡ്, വീവിംഗ് ആൻഡ് ഓയിൽ പ്രൊഡക്ഷൻ, പീപ്പിൾ ഇവോൾവ്ഡ് ഇൻ ടെമ്പിൾ റിച്വൽസ്, ഒഫീഷ്യൽസ് കണക്റ്റഡ് ടു നാടുവാഴി സ്വരൂപംസ്. ഇനി നമുക്ക് 23rd ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 4 കോൺസിക്വൻസ് ഓഫ് മൈഗ്രേഷൻ. Sharing of human resource, exchange of technology, create more employment opportunities for higher education, overpopulation in certain regions, scarcity of resources, formation of slums, imbalance in the sex ratio, environment pollution. ഓക്കെ കൂട്ടുകാർ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 24th ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് സിംഗിൾ മെജോറിറ്റി സിസ്റ്റം ആൻഡ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്താണ്, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്നും പറയാനാണ്. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു മാനേജ്. ദി കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻ ടു വാരിയസ് കോൺസ്റ്റിറ്റുവൻസീസ്. വൺ റെപ്രസെൻറ്റേറ്റീവ് ഈസ് ഇലക്റ്റഡ് ഫ്രം വൺ കോൺസ്റ്റിറ്റുവൻസി. എനി നമ്പർ ഓഫ് candidates can contest. The candidate who gets the highest number of votes is elected. In India, MLAs of each state elect members of Rajya Sabha in proportional to their strength in the state legislative assemblies. At each political party can elect representatives to Rajya Sabha, vice president and president. Explain the changes occurred in India as a result of liberalization. ലിബറലൈസേഷൻ്റെ റിസൾട്ടായിട്ട് ഇന്ത്യയിലുണ്ടായ ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ്? റിലാക്സേഷൻ ഓഫ് കൺട്രോൾ ഇൻ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രീസ്, റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ടാരിഫ് ആൻഡ് ടാക്സ്, ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റൂൾസ്, abolition of market control rules, permission of foreign investment rule in many sectors, reduce the role of government in the basic industries and basic infrastructure development. 26th question. Reports show that number of old age homes are increasing in our country. Prepare a note by analyzing the circumstances leading to it. കൂട്ടുകാരെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. ദ ഇൻക്രീസ് ഓഫ് ദി ന്യൂക്ലിയർ ഫാമിലീസ് ആൻഡ് ഫാമിലീസ് മൂവിംഗ് ടു സിറ്റീസ് ഇൻ സെർച്ച് ഓഫ് ബെറ്റർ ലിവിംഗ് കണ്ടീഷൻ ഹാർഡ്ലി പ്രൊവൈഡ് ദി കെയർ ആൻഡ് കൺസിഡറേഷൻ ദാറ്റ് ദി ഓൾഡ് ഏജ് പീപ്പിൾ ഹാവ് എൻജോയ്ഡ്. Elucidate the guidelines of free trade agreements formed by World Trade Organization. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ചെയ്ത ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സിൻ്റെ ഗൈഡ് ലൈൻസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫീസ് ബൈ ഫീസ്, റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി, റിഡക്ഷൻ ഓഫ് സബ്സിഡീസ്, മോഡിഫിക്കേഷൻ ഓഫ് പാറ്റന്റ് ലോസ്, പെർമിറ്റിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സർവീസ് സെക്ടേഴ്സ്, എക്സ്റ്റൻഷൻ ഓഫ് കൺസിഡറേഷൻ ഗിവൺ ടു ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, 28th ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി റീസൺസ് ഫോർ ജുവനൽ ക്രൈംസ്? ജുവനൽ ക്രൈംസിന് റീസൺസ് എന്തൊക്കെയാണ്? കൂട്ടുകാർ, ഈ ചോദ്യത്തിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫക്ട്സ് ഇൻ ഫാമിലി റിലേഷൻസ്, യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ്, മിസ്യൂസ് ഓഫ് മീഡിയ, ബാഡ് ഫ്രണ്ട്ഷിപ്പ്. വാട്ട് ആർ ദി സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ ദി ഇവൻറ്റ് ഓഫ് എർത്ത് ക്വേക്സ്? എർത്ത് ക്വേക്സ് നടക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? മൂവ് എവേ ഫ്രം ബിൽഡിങ്സ് ഓർ ഹോർഡിംഗ് ദാറ്റ് മേ ഫാൾ, ഓപ്പൺ സ്പേസ് ആർ സേഫ്, ഡു നോട്ട് യൂസ് ലിഫ്റ്റ്, കീപ്പ് എവേ ഫ്രം വിൻഡോസ്, ഡു നോട്ട് റിട്ടേൺ ഹോം അൺടിൽ ഫോർമൽ ഡയറക്ഷൻസ് ആർ റിസീവ്ഡ്.
13th ക്വസ്റ്റ്യൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓഷ്യൻ കറൻറ്റ്സുമായി ബന്ധപ്പെട്ട ടേബിളാണ്. ഇവിടെ കൂട്ടുകാർ എ എന്നുള്ളിടത്ത് എന്താണ് വരുന്നത്? വാം കറൻറ്റ്, ബി പസഫിക് ഓഷ്യൻ, സി വാം കറൻറ്റ്, ഡി അറ്റ്ലാന്റിക് ഓഷ്യൻ. ഓക്കെ. 31 ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് മിഡീവൽ ലിറ്ററേച്ചർ ഇൻ ദി ഗ്രോത്ത് ഓഫ് മലയാളം ലാംഗ്വേജ്. കൂട്ടുകാരെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ ഹിസ്റ്ററിയുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ 116, 117 ഈ പേജുകളിലായിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. ഡിസ്ക്രൈബ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡ് ഓഫ് മിഡീവൽ കേരള. മിഡീവൽ കേരളയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡ് ഉണ്ടായിരുന്നു. റീജിയണൽ ട്രേഡ്, ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്, ഫോറിൻ ട്രേഡ്. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 33 നോക്കൂ. ദെയർ ആർ അഗ്രിമെൻറ്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ഗ്ലോബലൈസേഷൻ. എക്സ്പ്ലെയിൻ. ഗ്ലോബലൈസേഷൻ്റെ 4 ആയിട്ടുള്ള അഗ്രിമെൻറ്റ് എന്താണ്? അവൈലബിലിറ്റി ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഇൻ ദി മാർക്കറ്റ്, അബിലിറ്റി ടു യൂസ് മോസ്റ്റ് അഡ്വാൻറ്റേജ് ടെക്നോളജീസ്, falling the price due to increased competition, increase in exports, entry of companies to the foreign trade. ഇനി ഗ്ലോബലൈസേഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടോ ഇൻക്രീസ് ഇൻ എക്കണോമിക് ഡിസ്പാരിറ്റി, എക്സസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഇമ്പോർട്ട് ലീഡ്സ് ടു ഫാൾ ഇൻ പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ്, ഗവൺമെൻറ് ലോസസ് കൺട്രോൾ ഓവർ എക്കണോമിക് സിസ്റ്റം, ജോബ് സെക്യൂരിറ്റി ഡിക്ലൈൻസ്, ഫ്യൂച്ചർ ഇൻകം ലോസ് ഓഫ് ഗവൺമെൻറ് ഡ്യൂ ടു പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ്. കൂട്ടുകാരെ, ഈ ഒരു ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യപേപ്പറിലുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്